വർഷം 2017 ഫെബ്രുവരി 13. സ്ഥലം മലേഷ്യയുടെ തലസ്ഥാനമായ കോലാലംപൂർ. കോലാലംപൂരിലെ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഈ സംഭവം ഉണ്ടായത്. അന്നേ ദിവസം കിം ജോൾ എന്നു പേരുള്ള ഒരാൾ ആ എയർപോർട്ടിലേക്ക് വരികയാണ്. കിം ജോൾ ഒരു മലേഷ്യക്കാരനല്ല. അയാളുടെ ഫാമിലി മുഴുവനും താമസിക്കുന്നത് ചൈനയിലാണ്. അയാൾ ഒരു വലിയ യാത്രാപ്രേമിയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് മലേഷ്യയിലേക്ക് വന്നത്. എയർപോർട്ടിലെ സെക്യൂരിറ്റി ചെക്കിംഗ് അപ്പോഴും പൂർത്തിയായിരുന്നില്ല. തനിക്ക് പോകേണ്ട വിമാനം എപ്പോൾ വരുമെന്ന ചിന്തയോടെ അവിടെയുള്ള ഒരു കസേരയിൽ കിം ജോൾ ഇരുന്നു. ആ സമയത്ത് സെക്യൂരിറ്റികൾ അയാളുടെ ബാഗ് ചെക്ക് ചെയ്യുകയാണ്. അപ്പോഴാണ് വളരെ അപ്രതീക്ഷിതമായിട്ടൊരു കാര്യം സംഭവിച്ചത്. ഏകദേശം 20 വയസ്സ് തോന്നിക്കുന്ന സുന്ദരിയായ ഒരു യുവതി കിം ജോളിന്റെ നേരെ പിന്നിൽ വന്നു. എന്നിട്ട് പിന്നിൽ നിന്നും അയാളുടെ കണ്ണുകൾ 2 കൈയും ഉപയോഗിച്ച് പൊത്തിപ്പിടിച്ചു. നമ്മൾ കുട്ടികളെയും കൂട്ടുകാരെയും ഒക്കെ പിന്നിൽ നിന്നും ഇങ്ങനെ കണ്ണു പൊത്തി കളിപ്പിക്കാറുണ്ടല്ലോ. അവർക്കൊരു സർപ്രൈസ് കൊടുക്കുവാനാണത്. അതുതന്നെയാണ് ഈ യുവതിയും ചെയ്തത്. ഒരു ആശ്ചര്യത്തോടെ കിം ജോള് ആ യുവതിയുടെ കൈകൾ എടുത്തു മാറ്റി. എന്നിട്ട് അവളെ തിരിഞ്ഞു നോക്കി. അയാൾ അമ്പരന്ന് പോയി. ആ യുവതി ആരാണെന്ന് മനസ്സിലാകുന്നില്ല. കാരണം അവൾ മുഖത്ത് ഒരു മാസ്ക് ധരിച്ചിരുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പരിചയമുള്ള ആരുമല്ല. ഇതിന്റെ തുടർച്ചയായിട്ട് മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. മറ്റൊരു സുന്ദരിയായ യുവതി ഓടി വന്ന് അയാളുടെ മുഖത്ത് വീണ്ടും കൈകൾ വെച്ചു. ഇത്തവണ അവളുടെ 2 വിരലുകൾ കിം ജോളിന്റെ മൂക്കിന്റെ ഉള്ളിൽ കയറി. കിം ജോളിന് ഒന്നും മനസ്സിലായില്ല. അയാൾ അമ്പരന്ന് നിൽക്കുകയാണ്. പെട്ടെന്ന് അയാൾ ആ പെൺകുട്ടിയെ തള്ളി മാറ്റി. അതോടെ 2 യുവതികളും സോറി എന്ന് പറഞ്ഞുകൊണ്ട് എയർപോർട്ടിന്റെ 2 വിപരീത ദിശകളിലേക്ക് ഓടി. പിന്നെ അവിടെയുള്ള വാഷ്റൂമിൽ കയറി കൈകൾ വളരെ വൃത്തിയായിട്ട് കഴുകി. ഇവരെന്താണ് ചെയ്തത്? കിം ജോൾ തന്റെ മുഖത്ത് ഒന്ന് തടവി നോക്കി. കൈ വലിച്ചപ്പോൾ അയാളുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു ദ്രാവകമുണ്ടായിരുന്നു. അതെന്താണെന്ന് അയാൾക്ക് മനസ്സിലായില്ല. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അത് എന്താണെന്നും മനസ്സിലാക്കുവാനായിട്ട് അയാൾക്ക് അധിക സമയവുമില്ല. പെട്ടെന്ന് കിമ്മിന്റെ കണ്ണും മുഖവുമെല്ലാം എരിയുവാൻ തുടങ്ങി. അസഹ്യമായ വേദന. അയാളുടെ കണ്ണുകൾ ഉപ്പന്റെ കണ്ണുകൾ പോലെ ചുവന്നു. കിം ജോൾ അടുത്തതായിട്ട് ചെയ്തത് ഇതാണ്. അയാൾ സമീപത്തുള്ള സെക്യൂരിറ്റി ഗാർഡിന്റെ അരികിലേക്ക് നടന്നു. എന്നിട്ട് തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ അയാളോട് പറഞ്ഞു. തന്റെ കണ്ണും മുഖവുമെല്ലാം വല്ലാതെ എരിയുന്നുണ്ടെന്ന് അയാൾ പരാതി പറഞ്ഞു. കിമ്മിന്റെ മുഖം കണ്ടപ്പോൾ ആ സെക്യൂരിറ്റി ഗാർഡിനും എന്തോ പന്തികേട് തോന്നി. അയാൾ അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ട് നേരെ പോയത് എയർപോർട്ടിൽ തന്നെയുള്ള ഒരു ക്ലിനിക്കിലേക്കാണ്. യാത്രക്കാർക്ക് എമർജൻസി മെഡിക്കൽ സിറ്റുവേഷൻ ഉണ്ടായാൽ കൈകാര്യം ചെയ്തത് ഈ ക്ലിനിക്കിലുള്ള ഡോക്ടർമാരാണ്. ക്ലിനിക്കിന് മുൻപിൽ ആളുകൾക്ക് ഇരിക്കുവാനായിട്ട് കുറച്ച് ഇരിപ്പിടങ്ങളുണ്ട്. കിം ജോൾ ചൊല്ലുമ്പോൾ അയാൾക്ക് മുൻപായിട്ട് ഏതാനും പേർ അവിടെ ഇരിപ്പുണ്ട്. അവരും ഇതുപോലെ മെഡിക്കൽ ആവശ്യത്തിന് വന്നതാണ്. അവിടെയുള്ള റിസപ്ഷനിസ്റ്റ് കിം ജോളിനെ നോക്കി. അയാളുടെ കണ്ണുകൾ മാത്രം നന്നായിട്ട് ചുവന്നിട്ടുണ്ട്. അതൊഴിച്ചു നോക്കിയാൽ മറ്റു കാര്യമായ കുഴപ്പമൊന്നുമില്ല. ഇത് അത്ര വലിയ എമർജൻസി ആയിരിക്കില്ല എന്ന് അവരും വിചാരിച്ചു. അതുകൊണ്ട് കിം ജോളിനോട് ആ കസേരയിൽ പോയി ഇരിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. നിങ്ങൾക്കൊരു ടോക്കൺ നമ്പർ ഉണ്ട്, അതനുസരിച്ച് ഡോക്ടർ വിളിക്കുമെന്നും പറഞ്ഞു. കലശലായ വേദനയും കടിച്ചമർത്തി കിം ജോള് തന്റെ പേര് വിളിക്കുന്നതും കാത്ത് ആ കസേരയിൽ പോയിരുന്നു. അല്പസമയം കഴിഞ്ഞ് റിസപ്ഷനിസ്റ്റ് പുറത്തേക്ക് ഒന്ന് എത്തി നോക്കി. അപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. തൊട്ടു മുൻപ് ആ ചാരുബെഞ്ചിൽ ഇരുന്ന മനുഷ്യൻ ഇപ്പോൾ വീണ് കിടക്കുന്നു. യാതൊരു അനക്കവുമില്ല. വേഗം തന്നെ ആ റിസപ്ഷനിസ്റ്റ് ക്ലിനിക്കിലുള്ള നഴ്സിനെ വിളിച്ചു. നഴ്സ് ഓടി വന്ന് പരിശോധിച്ചു. രോഗിയിൽ നിന്നും യാതൊരു പ്രതികരണവുമില്ല. ഈ നഴ്സിന്റെ പേര് റാബിയത്തുൽ അദാമിയ എന്നാണ്. അവർ വേഗം ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ വേഗം വന്ന് കിം ജോളിനെ പരിശോധിച്ചു. അയാൾക്കും യാതൊന്നും മനസ്സിലായില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പായി, തന്റെ കയ്യിൽ നിൽക്കുന്ന ഒരു കേസല്ല ഇത്. അതുകൊണ്ട് അദ്ദേഹം എത്രയും വേഗം ഒരു ആംബുലൻസ് വരുവാനായിട്ട് ആവശ്യപ്പെട്ടു. ആ ആംബുലൻസ് കയറ്റി അടുത്തുള്ള വലിയൊരു ആശുപത്രിയിലേക്ക് കിം ജോളിനെ കൊണ്ടുപോയി. പക്ഷെ അതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. പോകുന്ന വഴിക്ക് തന്നെ അയാൾ മരിച്ചു. ഈ യാത്രക്കാരന്റെ കൈവശം ഒരു കറുത്ത ബാഗ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ മരണവിവരം അവരുടെ കുടുംബക്കാരെ അറിയിക്കണം. ബോഡിയും അവർക്ക് സെൻഡ് ചെയ്യണം. അതിന് മരിച്ച വ്യക്തിയുടെ അഡ്രസ്സും മറ്റു കാര്യങ്ങളും ആവശ്യമാണ്. അതിനുവേണ്ടി അവർ ആ ബാഗ് പരിശോധിച്ചു. ആ ബാഗ് പരിശോധിച്ചപ്പോഴാണ് എയർപോർട്ട് അതോറിറ്റി മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം കണ്ടെത്തിയത്. അയാളുടെ ബാഗിൽ 4 പാസ്പോർട്ട് ഉണ്ടായിരുന്നു. ഒരു വ്യക്തിയുടെ 4 പാസ്പോർട്ടുകൾ, 4 പേരിലുള്ളവ. സത്യത്തിൽ ഈ മരണം കേവലം യാദൃശ്ചികമായ ഒന്നായിരുന്നില്ല. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഒരു എയർപോർട്ടിൽ വെച്ച് 100 കണക്കിന് ആളുകൾക്ക് മുൻപിൽ വെറും 3 മിനിറ്റ് കൊണ്ട് ആ മനുഷ്യൻ മരിച്ചു വീഴുവാൻ കാരണം അതൊരു അസാസിനേഷൻ ആയതുകൊണ്ടാണ്. അതെ, കിം ജോളിന്റെ മരണം യാദൃശ്ചികമായിട്ട് സംഭവിച്ച ഒന്നായിരുന്നില്ല. മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പദ്ധതിയുടെ ഫലമായിരുന്നു അത്. അയാളെ കൊലപ്പെടുത്തുവാനായിട്ട് എതിരാളികൾ തെരഞ്ഞെടുത്തത് VX നെർവേജന്റ് എന്ന രാസായുധമാണ്. ഈ വിഷം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പ്രവേശിച്ചാൽ അത് പ്രവർത്തിക്കുന്നത് ഇപ്രകാരമാണ്. VX നെർവേജന്റ് നമ്മുടെ തലച്ചോറും മസിൽസുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കും. മസിലുകൾ പ്രവർത്തനരഹിതമാവും. ഈ വിഷം ഉള്ളിൽ ചെന്നാൽ അല്പസമയത്തിനുള്ളിൽ നമ്മുടെ കൈകളും കാലുകളും പ്രവർത്തിക്കാതെയാവും. നമ്മുടെ ലങ്സിന്റെ മസിലുകൾ പോലും നിശ്ചലമാവും. ശ്വാസം എടുക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥ. നമ്മുടെ ശരീരത്തിലെ ഓരോരോ അവയവങ്ങളായിട്ട് പ്രവർത്തനരഹിതമാവുന്നത് നമുക്ക് തന്നെ അറിയുവാനായിട്ട് കഴിയും. പക്ഷെ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയാത്ത അവസ്ഥയായിരിക്കും അപ്പോൾ. വിഷത്തിന്റെ പ്രവർത്തനം തീവ്രമായി കഴിയുമ്പോൾ വാ തുറന്ന് ഒന്ന് സംസാരിക്കുവാൻ പോലും കഴിയില്ല. ഒടുവിൽ അസഹ്യമായ വേദന എടുത്ത് മരിക്കും. ഈ വിഷം എത്രമാത്രം അപകടകാരിയാണെന്നതിന് മറ്റൊരു ഉദാഹരണം പറയാം. ഒരു രാജ്യത്തിനും ഇത് സ്റ്റോക്ക് ചെയ്തു വയ്ക്കുവാനായിട്ട് അനുമതിയില്ല. അതിന് കാരണം 1993 നിരവധി രാജ്യങ്ങൾ ചേർന്ന് ഒപ്പിട്ട ഒരു ഉടമ്പടിയാണ്. ഈ ഉടമ്പടിയിൽ പ്രധാനമായും പറഞ്ഞ കാര്യം ഇതാണ്:
VX നെർവേജന്റെ ഒരു രാജ്യവും സൂക്ഷിച്ചു വയ്ക്കുവാൻ പാടില്ല. ഏതെങ്കിലും രാജ്യത്തിന്റെ കൈവശം അതിരിപ്പുണ്ടെങ്കിൽ അത് എത്രയും വേഗം നശിപ്പിച്ചു കളയണം. ആ സമയത്ത് VX നെർവേജന്റെ ഏറ്റവും അധികം ഉണ്ടായിരുന്ന രാജ്യം അമേരിക്കയായിരുന്നു. ഉടമ്പടി പ്രകാരം അമേരിക്ക ചെയ്ത കാര്യം ഇതാണ്. അവരുടെ അടുക്കൽ ഉണ്ടായിരുന്ന എല്ലാ VX ഏജന്റുകളും ഒരു കപ്പലിൽ കയറ്റി. എന്നിട്ട് ആ കപ്പൽ പസഫിക് ഓഷ്യനിലേക്ക് പുറപ്പെട്ടു. കടലിന്റെ നടുവിലെത്തിയതും കപ്പലടക്കം അവരത് മുക്കിക്കളഞ്ഞു. ആ ലൊക്കേഷൻ പോലും ഹിസ്റ്ററിയിൽ നിന്നും മായ്ച്ചു കളഞ്ഞു. ഏതെങ്കിലും തീവ്രവാദ സംഘടനയ്ക്കോ അതുപോലെ ഏതെങ്കിലും ഏകാധിപത്യ രാജ്യത്തിനോ അത് കിട്ടരുത് എന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. 20 വർഷങ്ങൾക്ക് മുൻപ് ഭൂമുഖത്തു നിന്നും തുടച്ചു മാറ്റപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന അതേ VX നെർവേജന്റ് വെച്ചാണ് കിം ചോൾ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. കേൾക്കുമ്പോൾ ഒരു സിനിമ പോലെ, മിഷൻ ഇമ്പോസിബിൾ അല്ലെങ്കിൽ ജെയിംസ് ബോണ്ട് മൂവി പോലെ നിങ്ങൾക്കിത് തോന്നിയേക്കാം. അതോടൊപ്പം ഒരു ചോദ്യവും മനസ്സിൽ വരും. ഒരു സാധാരണ മനുഷ്യനെ കൊല്ലുവാനാണോ ഗവൺമെന്റുകൾക്ക് പോലും സ്റ്റോക്ക് ചെയ്തു വയ്ക്കുവാൻ അനുവാദമില്ലാത്ത ഒരു വിഷം പ്രയോഗിച്ചത്? ആ ചോദ്യത്തിന്റെ ഉത്തരം കൊല്ലപ്പെട്ടയാൾ സാധാരണ മനുഷ്യനായിരുന്നില്ല എന്നാണ്. കിം ചോൾ എന്ന പേര് പോലും അയാളുടെ ഒരു വ്യാജനാമമായിരുന്നു. അയാളുടെ ബാഗ് പരിശോധിച്ചപ്പോൾ ഫേക്ക് പാസ്പോർട്ട് കൂടാതെ അവർക്ക് മറ്റൊരു വസ്തു കൂടി കിട്ടി. VX നെർവേജന്റിന്റെ ആന്റിഡോട്ട്സ് ആയിരുന്നു അത്. ഈ വിഷം ഒരാളുടെ ദേഹത്ത് കയറിയാൽ ഉടനെ പ്രയോഗിക്കേണ്ട മരുന്ന്. ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. VX നെർവേജന്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ പോലും വളരെ അപൂർവമായ കാര്യമാണ്. അപ്പോഴതിന്റെ ആന്റിഡോട്ട്സ് കിട്ടണമെങ്കിലോ അപൂർവങ്ങളിൽ അപൂർവമാണ്. എന്തായാലും ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ആ വ്യക്തി കിം ചോൾ താൻ എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടുമെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. അതും ഇന്ന വിഷം ഉപയോഗിച്ച് കൊല്ലപ്പെടുമെന്ന്. അതുകൊണ്ടാണ് ആന്റിഡോട്ട്സ് തന്റെ ബാഗിൽ എപ്പോഴും അയാൾ കൊണ്ടു നടന്നത്. ഇതുവരെയും കൊല്ലപ്പെട്ട ആളുടെ യഥാർത്ഥ പേര് ഞാൻ പറഞ്ഞില്ല. അയാളുടെ യഥാർത്ഥ പേര് കിം ജോങ് നാം എന്നാണ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാകണമെങ്കിൽ നോർത്ത് കൊറിയ ഇപ്പോൾ ഭരിക്കുന്ന സ്വേച്ഛാധിപതിയായ കിം ജോങ് ഉന്നിന്റെ ജ്യേഷ്ഠനാണ് കൊല്ലപ്പെട്ട കിം ജോങ് നാം. അയാളാണ് വെറും 3 നിമിഷങ്ങൾക്കുള്ളിൽ 100 കണക്കിന് ആൾക്കാരുടെ കൺമുൻപിൽ വെച്ച് തിരക്കേറിയ ഒരു എയർപോർട്ടിൽ വെച്ച് അതിദാരുണമായിട്ട് കൊല്ലപ്പെട്ടത്. നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്, ഇതൊരു അസാസിനേഷനാണ്. ഗവൺമെന്റ് തിട്ടമിട്ട് ചെയ്ത ഒരു അസാസിനേഷൻ. അത് നടപ്പിലാക്കുവാൻ വേണ്ടി അവർ ഉപയോഗിച്ച മാർഗം ഏതാണെന്ന് അറിയുമ്പോഴാണ് നമ്മളൊന്നും ഞെട്ടുന്നത്. ഈ കൊലപാതകം ചെയ്യുവാനായിട്ട് അവർ തെരഞ്ഞെടുത്തത് യൂട്യൂബ് പ്രാങ്ക് ആയിരുന്നു. അതിലേക്ക് കടക്കും മുൻപ് മറ്റൊരാളെ പരിചയപ്പെടണം. സിതി ഐസിയ. ഇന്തോനേഷ്യയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ, ഏകദേശം ഒരു 500 ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് സിതി ഐസിയ ജനിച്ചത്. സിതിയുടെ കുടുംബം വളരെ റിലീജിയസ് ആയ ഫാമിലിയാണ്. അതുപോലെ തന്നെ വളരെ പാവപ്പെട്ടവരും. ഓരോ ദിവസവും വളരെ കഷ്ടപ്പെട്ടാണ് ഈ കുടുംബം ജീവിതം മുൻപോട്ട് തള്ളി നീക്കുന്നത്. അതുകൊണ്ട് അവൾക്ക് 14 വയസ്സുള്ളപ്പോൾ സിതിയുടെ പിതാവ് ഒരു കാര്യം ചെയ്തു. അവളുടെ അമ്മാവന്റെ സഹായത്തോടെ ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്തയിലേക്ക് അവളെ ജോലിക്ക് അയക്കുകയാണ്. ചെറുതെങ്കിലും ഒരു വരുമാനം കിട്ടിയാൽ അത് ആ കുടുംബത്തിന് വലിയ കൈത്താങ്ങാണ്. അതാണ് അവസ്ഥ. സിതിക്ക് അവിടെയുള്ള ഒരു ഗോഡൌണിലാണ് ജോലി കിട്ടിയത്. സാധനങ്ങൾ പാക്ക് ചെയ്യുന്ന ജോലി. പാക്കിംഗ് ആണെങ്കിലും വളരെ കഷ്ടപ്പാടുള്ള ജോലിയായിരുന്നു അവിടെ. ഒരു ദിവസം ഏകദേശം 16 മണിക്കൂറോളം ജോലി ചെയ്യണം. ബാക്കിയുള്ള 8 മണിക്കൂർ മാത്രമാണ് ഉറങ്ങുവാനും മറ്റു കാര്യങ്ങൾക്ക് സമയം കിട്ടൂ. മാത്രവുമല്ല, ശനിയും ഞായറുമൊന്നും ആ സ്ഥാപനത്തിൽ ലീവേ ഇല്ല. മാസത്തിലെ എല്ലാ ദിവസവും തുടർച്ചയായിട്ട് ജോലി ചെയ്യണം. ഇത്രയധികം കഷ്ടപ്പെട്ട് ജോലി എടുത്താലും അതിനുള്ള വേതനമൊന്നും അവിടെ നിന്നും കിട്ടുമായിരുന്നില്ല. തുച്ഛമായ ശമ്പളം മാത്രമാണ് സിദ്ധിക്ക് കിട്ടിയിരുന്നുള്ളൂ. എങ്കിലും ആ ശമ്പളത്തിൽ നിന്നും മിച്ചം പിടിച്ച് എല്ലാ മാസവും അവൾ വീട്ടിലേക്ക് അയക്കുമായിരുന്നു. കാരണം തന്റെ വീട്ടിലെ കഷ്ടപ്പാട് സിദ്ധിക്ക് നന്നായിട്ടറിയാം. കാര്യങ്ങൾ അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ അവളുടെ ജീവിതത്തെ വഴിതിരിച്ചുവിട്ട മറ്റൊരു സംഭവം ഉണ്ടാവുകയാണ്. ആ ഗോഡൌണിന്റെ ഓണറിന്റെ മകനുമായിട്ട് സിദ്ധി പ്രണയത്തിലായി. ഈ പ്രണയബന്ധം മൂലം 16ാമത്തെ വയസ്സിൽ അവൾ ഗർഭിണിയാവുകയാണ്. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആ ഗോഡൌണിന്റെ ഓണർ തന്റെ മകന്റെയും സിദ്ധിയുടെയും വിവാഹം മനസ്സില്ലാ മനസ്സോടെ നടത്തി. സിദ്ധി ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. മാത്രവുമല്ല, കമ്പനിയിലെ ജോലിക്കാരിയാണ്. ഒരു ജോലിക്കാരി തന്റെ മരുമകളായിട്ട് വന്നത് അയാൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ ഒരു ജോലിക്കാരിയെ പ്രണയിച്ചതുകൊണ്ട് തന്റെ മകനോടും അയാൾക്ക് വിരോധമായി. ഇവർ തമ്മിൽ വലിയ സ്വരച്ചേർച്ചയുണ്ടായി. ആ വീട്ടിൽ നിൽക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയായി. അവസാനം സിദ്ധിയും അവളുടെ ഭർത്താവും ഒരു കാര്യം ചെയ്തു. ഇന്തോനേഷ്യയിൽ നിന്നും നേരെ മലേഷ്യയിലേക്ക് താമസം മാറി. ആ സമയത്ത് സിദ്ധിക്ക് 18 വയസ്സാണ് പ്രായം. എന്നാൽ അവർ വിചാരിച്ചതുപോലെ സിദ്ധിയുടെ ഭർത്താവിനും മലേഷ്യയിൽ കാര്യമായൊരു ജോലിയും കിട്ടിയില്ല. പക്ഷേ ഇതിനിടയിൽ ഒരു കുഞ്ഞുകൂടി അവർക്ക് ജനിച്ചു. ഇപ്പോൾ ആ കുടുംബത്തിലെ മൊത്തം അംഗസംഖ്യ 4 ആണ്. ഈ 4 പേരുടെയും വയറ് നിറയ്ക്കുവാനായിട്ട് ആ പയ്യൻ അധ്വാനിച്ചേ മതിയാവൂ. എന്നാൽ അവന് കിട്ടിയ ജോലിയാവട്ടെ ഒരു ഹോട്ടലിലെ സർവീസ്മാൻ ആയിട്ടാണ്. അതിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനം ഒന്നിനും തികയുമായിരുന്നില്ല. അവസാനം ഗത്യന്തരമില്ലാതെ സിദ്ധി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് മാറുകയാണ്. സ്വന്തം ശരീരം അവൾ വിൽക്കുവാൻ തുടങ്ങി. പിന്നീട് വന്ന കുറച്ച് മാസങ്ങൾ അവളുടെ കാരുണ്യത്തിലാണ് അവളുടെ ഭർത്താവും അതുപോലെ കുട്ടികളും ജീവിച്ചത്. സിദ്ധി ഈ തൊഴിലിൽ ഏർപ്പെടുന്ന കാര്യം അവനും അറിയാം. പക്ഷേ മറുത്തൊന്നും പറയുവാൻ കഴിഞ്ഞില്ല. കാരണം സാഹചര്യം അതാണ്. അങ്ങനെ കുറച്ചു കാലം മുൻപോട്ട് പോയി. ഇതിനിടയിൽ സിദ്ധിയിൽ നിന്നും മാനസികമായിട്ട് അവൻ വല്ലാതെ അകന്നു. ഒടുവിൽ അതൊരു വിവാഹമോചനത്തിലാണ് അവസാനിച്ചത്. തന്റെ കുട്ടികളെയും വിളിച്ചുകൊണ്ട് അവൻ ഇന്തോനേഷ്യയിലേക്ക് സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. കാര്യങ്ങൾ ഇത്രയും ആയെങ്കിലും അപ്പോഴും സിദ്ധിക്ക് ഈ തൊഴിൽ ഉപേക്ഷിക്കുവാനായിട്ട് കഴിയാത്ത സാഹചര്യമായിരുന്നു. തന്റെ വീട്ടിലെ ദാരിദ്ര്യം അവൾക്കറിയാം. അവർക്ക് പണത്തിന് അത്രയധികം ആവശ്യമുണ്ട്.
അതുകൊണ്ട് തനിക്ക് വേണ്ടി അല്ലെങ്കിലും തന്റെ മാതാപിതാക്കൾക്ക് സഹോദരങ്ങൾക്കും വേണ്ടി അവൾ ഈ തൊഴിൽ മുൻപോട്ട് കൊണ്ടുപോയി. നമ്മൾ മുൻപ് കണ്ടതുപോലെ സിദ്ധിയുടെ മാതാപിതാക്കൾ വളരെ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് മകൾ ഈ തൊഴിലാണ് ചെയ്യുന്നത് എന്ന് അറിയില്ല, അറിഞ്ഞാൽ സമ്മതിക്കത്തുമില്ല. അങ്ങനെ ഏതാനും വർഷങ്ങൾ മുൻപോട്ട് പോവുകയാണ്. ഇപ്പോൾ സിദ്ധിക്ക് പ്രായം 24 വയസ്സ്. 2017 ആരംഭത്തിൽ സിദ്ധിക്ക് പരിചയമുള്ള ഒരു ടാക്സി ഡ്രൈവർ അവളോട് ഒരു കാര്യം പറഞ്ഞു. ഈ ടാക്സി ഡ്രൈവർ ഒരു പിമ്പാണ്. അവൾക്ക് പലപ്പോഴും കസ്റ്റമേഴ്സിനെ ഏർപ്പാട് ചെയ്തു കൊടുക്കുന്നതും അയാളാണ്. അവൻ അവളോട് പറഞ്ഞ കാര്യം ഇതാണ്: ജപ്പാനിൽ നിന്നും ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്. അയാൾക്ക് താമസിക്കുവാനുള്ള ഹോട്ടലും മറ്റു കാര്യങ്ങളും ഏർപ്പാടാക്കി കൊടുത്തത് ഞാനാണ്. ഈ ജപ്പാൻകാരൻ എന്നോടൊരു കാര്യം പറഞ്ഞു. അയാൾ സിനിമയോ ഷോർട്ട് ഫിലിമോ അതുപോലെ എന്തൊക്കെയോ പിടിക്കുന്നുണ്ട്. അതിൽ അഭിനയിക്കുവാനായിട്ട് സ്ത്രീകളെ ആവശ്യമുണ്ട്. അപ്പോഴെന്റെ മനസ്സിൽ ഓർമ്മ വന്നത് നിന്റെ മുഖമാണ്. ഞാൻ നിന്റെ പേര് അയാളോട് പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യ്, ആ ഹോട്ടലിലെത്തി അയാളെ ഒന്ന് കാണ്. ചിലപ്പോൾ നിനക്ക് രക്ഷപ്പെട്ടു പോകുവാനുള്ള വഴി ഇതായിരിക്കും. ഈ ഓഫർ കേട്ടപ്പോൾ സിദ്ധിക്ക് വലിയ സന്തോഷമായി. കാരണം അവൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജോലി അത് മുൻപോട്ട് കൊണ്ടുപോകുവാൻ അവൾക്ക് ആഗ്രഹമില്ലായിരുന്നു. മനസ്സില്ലാ മനസ്സോടെ നിവൃത്തികേട് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ആ സമയത്ത് അവൾ വിചാരിച്ചത് ഇങ്ങനെയാണ്: ഒരു ചെറിയ വേഷം കിട്ടിയാൽ മതി, അയാൾ എടുക്കുന്ന സിനിമയെ തലയൊന്ന് കാണിച്ചാൽ മതി. തന്റെ ജോലി ഇന്നതാണെന്ന് മറ്റുള്ളവരോട്, പ്രത്യേകിച്ചും വീട്ടുകാരോട് അഭിമാനത്തോടെ പറയുവാൻ കഴിയും. സമയം കളയാതെ ആ ജപ്പാൻകാരൻ താമസിക്കുന്ന ഹോട്ടലിൽ അവൾ എത്തി അയാളുമായിട്ട് പരിചയപ്പെട്ടു. ജപ്പാൻകാരൻ സിദ്ധിയോട് പറഞ്ഞത് ഇതാണ്: നീ വിചാരിക്കും പോലെ സിനിമയൊന്നുമല്ല ഞങ്ങൾ എടുക്കുന്നത്. ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. പ്രാങ്ക് വീഡിയോസ് ആണ് ഞങ്ങൾ പ്രധാനമായിട്ടും ചാനലിൽ ചെയ്യുന്ന കണ്ടന്റ്. ഞങ്ങളുടെ പ്രാങ്ക് വീഡിയോസിൽ നീ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഒരു വീഡിയോയ്ക്ക് $100 വെച്ച് നിനക്ക് തരുവാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്. 2017 കാലഘട്ടത്തിലാണ് യൂട്യൂബ് വ്യാപകമായിട്ട് എല്ലാവരും ഉപയോഗിച്ചു തുടങ്ങിയത്. ആ സമയത്തും വിദേശ രാജ്യങ്ങളിൽ പ്രാങ്ക് വീഡിയോസിന് വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നു. അതിനൊക്കെ ശേഷമാണ് ഇന്ത്യയിൽ ഇതൊരു ട്രെൻഡായിട്ട് മാറിയത്. ഇത്തരം നിരവധി പ്രാങ്ക് വീഡിയോസ് സിദ്ധിയും കണ്ടിട്ടുണ്ട്. അത് കണ്ട് ചിരിച്ചിട്ടുമുണ്ട്. അത്തരം ഒരു പ്രോജക്റ്റിന്റെ ഭാഗമാകുവാനാണ് തനിക്ക് അവസരം കിട്ടിയിരിക്കുന്നത്. മാത്രവുമല്ല, ഒരു വീഡിയോയ്ക്ക് $100 വെച്ച് തരികയും ചെയ്യും. അവളെ സംബന്ധിച്ച് അതൊരു വലിയ തുകയാണ്. കണ്ണുമടച്ച് അവൾ ആ ഡീലിന് സമ്മതിച്ചു. അങ്ങനെ അത് ധാരണയായി. അതിന്റെ അടുത്ത ദിവസം മുതൽ അവർ പ്രാങ്ക് വീഡിയോസിന്റെ ഷൂട്ടിംഗ് തുടങ്ങി. മൊത്തം 4 പേരായിരുന്നു ആ ടീമിൽ ഉണ്ടായിരുന്നത്. ക്യാമറ കൈകാര്യം ചെയ്യുവാനായിട്ട് 2 പേർ, ഒരാൾ ഡയറക്ടർ, ഒരാളാകട്ടെ പ്രൊഡ്യൂസർ, അതായത് യൂട്യൂബ് ചാനലിന്റെ ഓണർ. സിദ്ധിക്ക് അവർ കൊടുത്ത ആദ്യത്തെ ടാസ്ക് ഇതായിരുന്നു. വളരെ തിരക്കേറിയ ഒരു സ്ഥലത്ത് അവർ ആദ്യമെത്തും. പിന്നെ ആ ജനക്കൂട്ടത്തിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കും. അയാളെ പോയിട്ട് സിദ്ധി ഒന്ന് തൊട്ടിട്ട് വരണം. അപ്രതീക്ഷിതമായിട്ട് അതിസുന്ദരിയായ ഒരു യുവതി വന്ന് തന്നെ തൊടുമ്പോൾ അയാളുടെ മുഖത്തുണ്ടാകുന്ന ഭാവം, അതായിരുന്നു അവർക്ക് വേണ്ട പ്രാങ്ക്. ഇതായിരുന്നു ഒന്നാമത്തെ പ്രാങ്ക് വീഡിയോ. അതിന് അവൾക്ക് $100 പ്രതിഫലവും കിട്ടി. രണ്ടാമത്തെ പ്രാങ്ക് വീഡിയോ ഇങ്ങനെയായിരുന്നു. അവർ അവളുടെ കയ്യിൽ കുറച്ച് ബേബി ഓയിൽ കൊടുത്തു. ഈ ബേബി ഓയിൽ എതിരെ വരുന്ന ആളുകളുടെ കയ്യിൽ തടവിയിട്ട് പോകണം. അതായിരുന്നു അവൾക്ക് കിട്ടിയ നിർദ്ദേശം. ആ പ്രാങ്കും അവൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു. പോകെ പോകെ പ്രാങ്കിന്റെ രീതികൾ അല്പം ഒന്ന് മാറി. അവർ സിദ്ധിയുടെ കൈവശം കുറച്ച് കോസ്മെറ്റിക് പ്രോഡക്ട്സ് കൊടുത്തു. ഈ വസ്തുക്കൾ തന്റെ എതിരെ വരുന്ന ആളുകളുടെ മുഖത്ത് തേച്ച് പിടിപ്പിക്കുവാനാണ് അവർ അവളോട് ആവശ്യപ്പെട്ടത്. ഇത് വളരെ ഫണ്ണി ആയിരിക്കും, ഈ പ്രാങ്ക് വളരെ ഹിറ്റ് ആകുമെന്നും അവർ പറഞ്ഞു. അവൾ അതുപോലെ തന്നെ ചെയ്തു. അധികം വൈകാതെ സിദ്ധിക്ക് ഈ ജോലി വളരെ രസകരമായിട്ട് തോന്നുകയാണ്. അവൾ ചെയ്യുന്ന ഈ ചെറിയ ചെറിയ തെറ്റുകൾ അതാരെയും വേദനിപ്പിക്കുന്ന ഒന്നല്ല. ജസ്റ്റ് അവർക്കൊരു അമ്പരപ്പ് മാത്രം സമ്മാനിക്കും, അത്രമാത്രം. മാത്രവുമല്ല, പ്രാങ്ക് ആണെന്നറിയുമ്പോൾ അവർക്ക് സന്തോഷമാവും. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സിദ്ധിയുടെ എതിരെ വരുന്ന ആളുകളിൽ നിന്നും റാൻഡമായി ഒരാളെ ചൂസ് ചെയ്യുകയല്ല ഈ യൂട്യൂബ് ടീം ചെയ്തത്. അവർ തന്നെയാണ് ആരെ പ്രാങ്ക് ചെയ്യണമെന്ന് തീരുമാനിച്ചത്, പ്രത്യേകിച്ചും ഈ ഷോയുടെ പ്രൊഡ്യൂസർ. അതിന് അയാൾ പറഞ്ഞ ന്യായം ഇതാണ്: റോഡിലൂടെ ധാരാളം ആളുകൾ പോകുന്നുണ്ടാവും, പക്ഷെ നമുക്ക് വേണ്ട എക്സ്പ്രഷൻ എല്ലാവരും ഒന്നും തരില്ല. ആരാണ് ഏറ്റവും അധികം എക്സ്പ്രഷൻ തരുന്നത്, അതുപോലെ ആരാണ് കോപിക്കാത്തത്, അങ്ങനെയുള്ള ആളുകളെയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. അവരെ കണ്ടാൽ എനിക്കറിയാം. സിദ്ധിയും അത് വിശ്വസിച്ചു. അങ്ങനെ ഏതാനും ദിവസങ്ങൾ മുൻപോട്ട് പോയി. ഫെബ്രുവരി 13 വരികയാണ്. അന്ന് ഈ ഷോയുടെ പ്രൊഡ്യൂസർ സിദ്ധിയെ ഫോണിൽ വിളിച്ചിങ്ങനെ പറഞ്ഞു: ഇന്ന് നമ്മൾ വളരെ രസകരമായൊരു പ്രാങ്ക് ഷോയാണ് ചെയ്യുന്നത്. ഈ ഷോ ഹിറ്റാകും. നീ അതിനു വേണ്ടിയിട്ട് കോലാലംപൂർ എയർപോർട്ടിലേക്ക് വരണം. വളരെ സന്തോഷത്തോടെ സിദ്ധി തന്റെ അപ്പാർട്ട്മെന്റിൽ നിന്നും കോലാലംപൂർ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു. അതിനുശേഷം നടന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയും മുൻപായിട്ട് നമുക്ക് മറ്റൊരാളെ കൂടി പരിചയപ്പെടണം. അവളും ഈ കഥയിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. അവളുടെ പേര് ധോൻ തോ ഹുങ്. നമുക്ക് ചുരുക്കത്തിൽ ധോൻ എന്ന് വിളിക്കാം. ധോൻ ഒരു വിയറ്റ്നാമീസുകാരിയാണ്. വിയറ്റ്നാമിലെ ഒരു ചെറിയ ദരിദ്ര ഗ്രാമത്തിലാണ് ധോനും ജനിച്ചത്. കഷ്ടപ്പെട്ട് വിദ്യാഭ്യാസമെല്ലാം പൂർത്തീകരിച്ചെങ്കിലും അവൾക്ക് അതിന് ചേർന്ന് യാതൊരു ജോലിയും കിട്ടിയില്ല. ഒടുവിൽ ധോൻ ഒരു ബാറിൽ വെയിട്രസ് ആയിട്ട് ജോലിക്ക് കയറുകയാണ്. ധോൻ കാണുവാനായിട്ട് നല്ല സുന്ദരിയാണ്. അതുകൊണ്ട് ബാറിൽ വരുന്ന ആളുകൾ അവളെ ഫ്ലർട്ട് ചെയ്യുവാൻ തുടങ്ങി. അപ്പോഴവളുടെ മനസ്സിൽ മറ്റൊരു വിചാരം വരികയാണ്: താൻ അതിസുന്ദരിയാണ്, അതുകൊണ്ടാണല്ലോ മറ്റുള്ളവർ തന്നെ ശല്യപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് തനിക്ക് മോഡലിംഗ് ചെയ്തുകൂടാ? വൈകാതെ ഒരു മോഡൽ ആകണമെന്ന ആഗ്രഹം അവളുടെ മനസ്സിൽ അതിശക്തമായി. അങ്ങനെയാണ് ബാറിൽ ജോലിയില്ലാത്ത സമയത്ത് അവൾ മോഡലിംഗ് ചെയ്യുവാൻ തുടങ്ങിയത്. ചെറിയ ചെറിയ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ അവളുടെ ജീവിതം വളരെ സന്തോഷമായിട്ട് മുൻപോട്ട് പോകുമ്പോഴാണ്
2016 ഡിസംബർ മാസത്തിൽ ഒരു കൂട്ടം ആളുകൾ അവളുമായിട്ട് ബന്ധപ്പെട്ടത്. സിത്തി ഐസിയോട് പറഞ്ഞ അതേ കാര്യം തന്നെയായിരുന്നു ധോനിനോടും അവർ പറഞ്ഞത്. ഞങ്ങളൊരു ചെറിയ യൂട്യൂബ് ചാനൽ റൺ ചെയ്യുന്നുണ്ട്, പ്രാങ്ക് വീഡിയോസ് ചെയ്യുന്നൊരു ചാനലാണിത്, നിനക്കതിൽ അഭിനയിക്കുവാനായിട്ട് താല്പര്യമുണ്ടോ? ഓരോ പ്രാങ്ക് വീഡിയോസിനും $100 വെച്ച് ശമ്പളമായിട്ട് നൽകാം. അവൾ ഉടനടി അതിന് സമ്മതിച്ചു. അങ്ങനെ ഈ ടീമിന്റെ കൂടെ നിരവധി പ്രാങ്ക് ഷോകളിൽ ധോൻ പങ്കെടുത്തു. ഒടുവിൽ 2017 ഫെബ്രുവരി മാസം വരികയാണ്. അപ്പോഴവർ ധോനിനോടൊരു കാര്യം പറഞ്ഞു. നമ്മൾ ഇനി ചെയ്യുവാനായിട്ട് പോകുന്നത് ഇന്റർനാഷണൽ പ്രാങ്ക് ഷോയാണ്. അതിനുവേണ്ടി നമുക്ക് മലേഷ്യക്ക് പോകണം. ഇത് കേട്ടപ്പോൾ അവൾക്കും വലിയ സന്തോഷമായി. സ്വന്തം രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്ത് പോയിട്ട് പ്രാങ്ക് ഷോ ചെയ്യുകയാണ്. ഇത് വലിയ ഹിറ്റ് ആകുവാനായിട്ട് പോവുകയാണ്. ഇവിടെ മാത്രമല്ല, മറ്റു രാജ്യത്തും താൻ ഫേമസ് ആയിട്ട് മാറും. ഇതൊക്കെയായിരുന്നു ധോനിന്റെ ഉള്ളിലൂടെ കടന്നുപോയ വിചാരങ്ങൾ. അങ്ങനെ ഒരേ ദിവസം ഒരേ സമയത്ത് കോലാലംപൂർ എയർപോർട്ടിൽ 2 ടീമുകളും എത്തുകയാണ്. ഇതുവരെയും സിത്തിയും ധോനും പരസ്പരം കണ്ടുമുട്ടിയിരുന്നില്ല. എയർപോർട്ടിന്റെ ഒരു സൈഡിൽ സിത്തിയുടെ ടീം നിൽക്കുന്നു, മറു സൈഡിൽ ധോനിന്റെ ടീം നിൽക്കുന്നു. സിത്തിയുടെ പ്രൊഡ്യൂസർ അവളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ നിന്റെ കയ്യിൽ വഴുവഴുപ്പുള്ളൊരു വസ്തു തേച്ച് പിടിപ്പിക്കും, അത് നീ മുഖത്തൊന്നും തേച്ചേക്കരുത്. എന്നിട്ട് ഞങ്ങൾ ഒരാളെ ചൂണ്ടിക്കാണിക്കും, അയാളുടെ പിന്നിൽ നിന്നും പോയിട്ട് കണ്ണു പൊത്തണം. ഈ പ്രാങ്ക് ഷോയിൽ നീ മാത്രമല്ല ഉള്ളത്, വേറൊരു പെൺകുട്ടി കൂടിയുണ്ട്. അവളുടെ കയ്യിലും ഇതുപോലൊരു വസ്തു ഉണ്ടായിരിക്കും. നീ കണ്ണു പൊത്തുന്ന അതേ സമയത്ത് അവളും അവിടെ വരും. എന്നിട്ട് അവളുടെ കയ്യിൽ തേച്ച് പിടിപ്പിച്ച വസ്തു അവൾ അയാളുടെ മുഖത്ത് മുഴുവനും തേച്ച് പിടിപ്പിക്കും. അതിനുശേഷം നിങ്ങൾ എത്രയും വേഗം വാഷ്റൂമിൽ പോയിട്ട് കൈകൾ വൃത്തിയായിട്ട് കഴുകണം. 2 പെൺകുട്ടികൾ പെട്ടെന്ന് വന്ന് തന്റെ കണ്ണും മുഖവും പൊത്തിപ്പിടിക്കുമ്പോൾ അയാളൊന്ന് ഞെട്ടും. തന്നെ ആരോ തട്ടിക്കൊണ്ടു പോവുകയാണെന്നായിരിക്കും അയാൾ വിചാരിക്കുന്നത്. അപ്പോഴയാളുടെ മുഖം കാണുവാനായിട്ട് വളരെ രസമായിരിക്കും. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രാങ്ക് ഷോ. സിത്തിക്കും അത് രസകരമായിട്ട് തോന്നി. അപ്പോഴാണ് എയർപോർട്ടിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ ഷോയുടെ പ്രൊഡ്യൂസർ ചൂണ്ടിക്കാട്ടിയത്. അയാളെയാണ് നിങ്ങൾ പ്രാങ്ക് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. സിത്തി ആകട്ടെ മെല്ലെ നടന്നു ചെന്ന് പിന്നിൽ നിന്നും അയാളുടെ കണ്ണുകൾ പൊത്തിപ്പിടിച്ചു. അതേ സമയത്ത് ധോനും അവിടെ എത്തി. 2 പേരും തങ്ങളുടെ ഭാഗം വൃത്തിയായിട്ട് അഭിനയിച്ചു. അതിനുശേഷം വേഗം വാഷ്റൂമിൽ പോയിട്ട് കൈകൾ വൃത്തിയാക്കി. സത്യത്തിൽ ഇവിടെ സംഭവിച്ചത് മറ്റൊന്നും ആയിരുന്നില്ല. പ്രാങ്ക് ഷോ എന്ന പേരിൽ ഈ 2 പെൺകുട്ടികളെയും പറ്റിച്ച് അവർ പോലും അറിയാതെ അവരെ അസാസിനുകളാക്കുകയായിരുന്നു. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് നോർത്ത് കൊറിയയിലെ ചാരന്മാരായിരുന്നു. അവർ പോലും അറിയാതെ ഈ അസാസിനേഷന്റെ ഭാഗമാകുവാനായിട്ട് മാസങ്ങളായിട്ട് അവരെ ട്രെയിനിങ് ചെയ്യുകയായിരുന്നു. നോർത്ത് കൊറിയൻ ചാരന്മാർ ഈ 2 പെൺകുട്ടികളെ മാത്രമായിരുന്നില്ല ഇങ്ങനെ ട്രെയിനിങ് ചെയ്യിച്ചത്. ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിലുള്ള നിരവധി പെൺകുട്ടികളെ അവർ ഇതിനു വേണ്ടി ട്രെയിൻ ചെയ്യിച്ചിരുന്നു. പക്ഷെ അവസാനം നറുക്ക് വീണത് സിത്തിക്കും ധോനിനുമാണ്. അതിന് കാരണം മറ്റുള്ള പെൺകുട്ടികൾ കണ്ണുമടച്ച് ഇവർ പറയുന്നത് അനുസരിച്ചിരുന്നില്ല. അവർക്ക് ചില സംശയങ്ങൾ തോന്നി തുടങ്ങി. അതുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുവാനും ആരംഭിച്ചു. അങ്ങനെയുള്ളവരെ ഈ ടീം റിജക്റ്റ് ചെയ്തു. യാതൊരു ചോദ്യവും ചോദിക്കാതെ, യാതൊരു സംശയവുമില്ലാതെ ഈ പ്ലാനിന്റെ ഭാഗമായത് സിത്തിയും ധോനുമാണ്. അതുകൊണ്ടാണ് അവരെ തെരഞ്ഞെടുത്തത്. മൊത്തം 8 ചാരന്മാരാണ് ഈ ഓപ്പറേഷന് നേതൃത്വം കൊടുത്തത്. അവരെ നോർത്ത് കൊറിയ ഏൽപ്പിച്ച ജോലി ഇതായിരുന്നു: എങ്ങനെയെങ്കിലും ഏതു വിധേനയും കിം ജോങ് നാമിനെ വധിക്കുക. അതിനുവേണ്ടി അവർ തയ്യാറാക്കിയ നാടകമായിരുന്നു ഇതെല്ലാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫെബ്രുവരി 13 കിം ജോങ് നാം മലേഷ്യയിലേക്ക് വരുന്നുണ്ട് എന്ന വിവരം കിട്ടിയത്. അവിടെ വെച്ച് ആ എയർപോർട്ടിൽ വെച്ച് അയാളെ വധിക്കുവാനായിട്ട് അവർ തീരുമാനിച്ചു. അവരുടെ പ്ലാൻ വിജയിച്ചു. അയാൾ കൊല്ലപ്പെട്ട ഉടൻ തന്നെ 8 പേരിൽ 4 പേർ അതേ എയർപോർട്ടിൽ നിന്നും വിമാനം കയറി സ്വന്തം നാട്ടിലേക്ക് പുറപ്പെട്ടു. മറ്റ് 4 പേരാകട്ടെ സിത്തിയോടും ഡോണിനോടും അവരവരുടെ വീടുകളിലേക്ക് പോയിക്കൊള്ളുവാൻ ആവശ്യപ്പെട്ടു. അതിനുശേഷം എല്ലാവരും എയർപോർട്ടിൽ നിന്നും പിരിഞ്ഞുപോയി. തങ്ങൾ പോലും അറിയാതെ തങ്ങൾ ഒരു കൊലപാതകത്തിന്റെ ഭാഗമായി എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ സിത്തിയും ധോണും അവരവരുടെ വീടുകളിൽ കഴിഞ്ഞു. പ്രൊഡ്യൂസർമാർ അടുത്ത പ്രാങ്ക് ചെയ്യുവാനായിട്ട് തങ്ങളെ വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. പക്ഷെ അവരിൽ നിന്നും യാതൊരു കോളും ഇവർക്ക് വന്നില്ല. അവരെ തിരിച്ചു ബന്ധപ്പെടുവാനായിട്ട് ഇവർ ശ്രമിച്ചു, പക്ഷേ കഴിഞ്ഞില്ല. സാധാരണയായിട്ട് സിത്തി എല്ലാ മാസവും മലേഷ്യയിൽ നിന്നും ഇന്തോനേഷ്യയിലെ സ്വന്തം വീട്ടിലേക്ക് പോകാറുണ്ട്. അതിന് കാരണം മലേഷ്യയിൽ സ്ഥിരമായിട്ട് തങ്ങുവാനുള്ള വിസ അവൾക്കില്ല. ഇന്തോനേഷ്യയിൽ നിന്നും 1 മാസത്തെ ടൂറിസ്റ്റ് വിസ എടുത്താണ് അവൾ മലേഷ്യയിൽ വന്ന് ജോലി ചെയ്യുന്നത്. 1 മാസം കഴിയുമ്പോൾ മടങ്ങിപ്പോകണം. അതാണ് നിയമം. അതുകൊണ്ട് അവൾ ചെയ്യുന്ന കാര്യം ഇതാണ്: മലേഷ്യയിലെത്തി 1 മാസം തികയും മുൻപ് അവൾ തിരികെ ഇന്തോനേഷ്യയിലേക്ക് മടങ്ങും. അതിനുശേഷം വീണ്ടും വിസ എടുത്ത് തിരിച്ചു വരും. ഈ പ്രാങ്ക് ഷോ കഴിഞ്ഞതും അവൾക്ക് തിരിച്ചു മടങ്ങേണ്ട സമയമായിരുന്നു. അതുകൊണ്ട് പതിവ് പോലെ സിത്തി ഇന്തോനേഷ്യയിലെ തന്റെ വീട്ടിലേക്ക് മടങ്ങി. അതേ സമയത്ത് ധോനിന് തിരിച്ചു പോകേണ്ട സമയമായിരുന്നില്ല. അതുകൊണ്ട് അവൾ ഒരു ഹോട്ടലിൽ തങ്ങി. അടുത്ത പ്രാങ്ക് ചെയ്യുവാനായിട്ട് അവർ തന്നെ വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവൾ ആ ഹോട്ടലിൽ താമസിച്ചു. തങ്ങൾ പ്രാങ്ക് ചെയ്ത വ്യക്തി കൊല്ലപ്പെട്ട കാര്യമൊന്നും ഈ 2 പെൺകുട്ടികൾക്കും അറിയില്ല. അങ്ങനെ ഇരിക്കെ ഹോട്ടലിൽ താമസിക്കുന്ന ധോനിന്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. ഷോയുടെ പ്രൊഡ്യൂസർ ആയിരുന്നു ആ മെസ്സേജ് അയച്ചത്. ആ മെസ്സേജിന്റെ ഉള്ളടക്കം ഇതായിരുന്നു: ഞങ്ങൾക്ക് മുകളിൽ ഒരാളുണ്ട്, ഞങ്ങളുടെ ബോസ്. അയാൾക്ക് നിന്റെ പ്രാങ്ക് ഷോ വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് വീണ്ടും ഒരു പ്രാങ്ക് ഷോ നമ്മൾ ചെയ്യുവാനായിട്ട് പോവുകയാണ്. അത് മറ്റെവിടെയുമല്ല, നമ്മൾ മുൻപ് ചെയ്ത അതേ കോലാലംപൂർ എയർപോർട്ടിൽ തന്നെയാണ്. അതിനുവേണ്ടി നീ തയ്യാറായിട്ട് എത്രയും വേഗം അവിടെ എത്തണം. ഈ മെസ്സേജും വായിച്ച് വളരെ സന്തോഷത്തോടെ അവൾ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു. എന്നാൽ എയർപോർട്ടിലെത്തി ഏറെ നേരം കാത്തിരുന്നിട്ടും ഷോയുടെ പ്രൊഡ്യൂസറും ക്യാമറാമാന്മാരും ആരും അവളുടെ അടുത്തേക്ക് വന്നില്ല. അവരവളെ ഫോൺ ചെയ്തു നോക്കി. അവർ ഫോൺ എടുക്കുന്നില്ല. ഒരു പ്രതികരണവുമില്ല. തൊട്ടു പിന്നാലെ മറ്റൊരു കാര്യം സംഭവിച്ചു.
മലേഷ്യൻ പോലീസ് ധോനിനെ വളഞ്ഞു. പിന്നെ അവളെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് മാറ്റി. അതേ സമയത്ത് സിത്തിയുടെയും അവസ്ഥ മറ്റൊന്നായിരുന്നില്ല. ഇന്തോനേഷ്യയിലെ അവളുടെ വീട്ടിലേക്ക് ഒരു സംഘം ഇന്തോനേഷ്യൻ പോലീസ് വരികയാണ്. പിന്നെ അവളെ അറസ്റ്റ് ചെയ്യുവാൻ ശ്രമിച്ചു. അതേ സമയത്ത് സിത്തി അവരോട് എന്ത് കുറ്റത്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അതിന് അവർ കൊടുത്ത മറുപടി ഇതാണ്: നീ നോർത്ത് കൊറിയൻ പ്രസിഡന്റായ കിം ജോങ് ഉന്നിന്റെ ജ്യേഷ്ഠനായ കിം ജോങ് നാമിനെ കൊന്നു. അതിനുള്ള തെളിവുകൾ ഞങ്ങളുടെ കൈവശമുണ്ട്. ആ കുറ്റത്തിനാണ് നിന്നെ അറസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ആ സമയത്ത് അവൾ ഭയപ്പെടുകയല്ല ചെയ്തത്, മറിച്ച് ചിരിക്കുകയാണ് ചെയ്തത്. ഇത് മറ്റൊരു പ്രാങ്ക് ഷോ ആയിരിക്കുമെന്ന് അവൾ വിചാരിച്ചു. തന്റെ ടീം തന്നെ ആയിരിക്കും തന്നെ പറ്റിക്കുവാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. എവിടെയെങ്കിലും മറിഞ്ഞിരുന്നുകൊണ്ട് ക്യാമറ കൊണ്ട് അവർ ഈ രംഗമെല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് സിത്തി വലിയ അഭിനയവും നാടകവും അവിടെ കാഴ്ചവെച്ചു. സിത്തിയുടെ ഈ ഓവർ ഡ്രാമ കണ്ട് പോലീസിന് മരിശം വന്നു. അവരവളെ പറയേണ്ട രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. എന്നിട്ട് അറസ്റ്റ് ചെയ്ത് മലേഷ്യൻ പോലീസിന് കൈമാറി. ഇപ്പോൾ നമുക്കെല്ലാവർക്കും മൊത്തത്തിലുള്ളൊരു സംശയം ഇതാണ്: VX നെർവേജന്റെ എന്ന് പറഞ്ഞാൽ വളരെ അപകടകാരിയായിട്ടുള്ളൊരു പോയിസൺ ആണ്. ആ വിഷമാണ് ഈ 2 പെൺകുട്ടികളും വെറും കയ്യിൽ തടവി അയാളുടെ മുഖത്ത് തേച്ച് പിടിപ്പിച്ചത്. ഈ വിഷം മുഖത്ത് തൊട്ടയാൾ മരിക്കുകയും ചെയ്തു. എന്നാൽ ഇവർക്കാവട്ടെ യാതൊരു കുഴപ്പവുമില്ല. ഇതെങ്ങനെ സംഭവിക്കും? അതിന് കാരണം 2 ഉണ്ട്. സിത്തിയുടെ കയ്യിലും ധോനിന്റെ കയ്യിലും അവർ തേച്ച് പിടിപ്പിച്ചത് വ്യത്യസ്തമായിട്ടുള്ള കെമിക്കലുകളായിരുന്നു. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ മാത്രമാണത് VX നെർവേജന്റ് ആയിട്ട് മാറൂ. രണ്ടാമത്തെ കാരണം, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കട്ടിയുള്ള ചർമ്മമുള്ളത് കാലിലും കയ്യിലുമാണ്. അതുപോലെ ഏറ്റവും കട്ടി കുറഞ്ഞ ചർമ്മമുള്ളത് മുഖത്തും. അതുകൊണ്ട് കയ്യിൽ ഈ കെമിക്കൽ പറ്റിയാൽ അത് ശരീരത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കില്ല. എന്നാൽ മുഖത്തത് തേച്ച് പിടിപ്പിച്ചാൽ കഥയാകെ മാറും. മൂക്കും വായും കണ്ണും വഴി ഈ രാസായുധം ശരീരത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും. പ്രാങ്ക് ചെയ്തതിന് തൊട്ടു പിന്നാലെ 2 പേരും ഓടിപ്പോയിട്ട് കൈകൾ വളരെ വൃത്തിയായിട്ട് കഴുകുകയും ചെയ്തു. മാത്രവുമല്ല, ഈ രാസവസ്തു അവരൊന്നും മണത്ത് പോലും നോക്കിയില്ല. അതുകൊണ്ടാണ് ഇരുവർക്കും യാതൊരു അപകടവും സംഭവിക്കാത്തത്. എന്തിനായിരിക്കും ഈ അസാസിനേഷൻ നടന്നത്? നോർത്ത് കൊറിയൻ പ്രസിഡന്റ് സ്വന്തം ജ്യേഷ്ഠനെ കൊല്ലുവാനായിട്ട് തന്റെ ചാരന്മാരെ അയച്ചതിന് പിന്നിലുള്ള കാരണം എന്താണ്? അതിന്റെ കാരണം കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. കിം ജോങ് ഉൻ പ്രസിഡന്റ് ആവുന്നതിന് മുൻപ് നോർത്ത് കൊറിയ ഭരിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ പിതാവായ കിം ജോങ് ഇല്ലായിരുന്നു. അയാളുടെ മരണശേഷം ഭരണം ഏറ്റെടുത്ത കിം ജോങ് ഉന്നാവട്ടെ ഞെട്ടിക്കുന്ന പല കാര്യങ്ങളാണ് ചെയ്തത്. അയാൾ രാജ്യത്ത് വളരെ ക്രൂരവും കർക്കശവുമായിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കി. ഭരണം ഏറ്റെടുത്ത ഏതാനും നാളുകൾക്കുള്ളിൽ സ്വന്തം അമ്മാവനെ അയാൾ വധിച്ചു. അതുപോലെ കിമ്മിന്റെ അമ്മായിയുടെ ഭർത്താവാണ് ജാങ് സോങ് തേക്ക്. അദ്ദേഹം നോർത്ത് കൊറിയയിലെ ഒരു മിനിസ്റ്ററുമായിരുന്നു. ആ മനുഷ്യനെ പരസ്യമായിട്ട് കിം എക്സിക്യൂട്ട് ചെയ്തു. പ്രസിഡന്റ് കഴിഞ്ഞാൽ നോർത്ത് കൊറിയയിൽ ഏറ്റവും കൂടുതൽ അധികാരമുള്ളത് കൊല്ലപ്പെട്ട ഈ വ്യക്തിക്കാണ്. അയാളെയാണ് കിം ജോങ് ഉൻ പരസ്യമായിട്ട് വധിച്ചത്. തന്റെ അനുജൻ ഒരു സൈക്കോയാണെന്നും അവൻ രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുത്താൽ ഇതല്ല ഇതിലും അപ്പുറവും സംഭവിക്കുമെന്നും രക്തബന്ധം പോലും നോക്കാതെ രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യുമെന്നും മുൻകൂട്ടി കിം ജോങ് നാം മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് കിം ജോങ് നാം ഒരു കാര്യം ചെയ്തു. ഉൻ ഭരണം ഏറ്റെടുക്കുന്നതിനും ഏതാനും വർഷങ്ങൾക്ക് മുൻപ് തന്റെ ഭാര്യയും മക്കളെയും കൂട്ടി ചൈനയിലേക്ക് കടന്നു. അവിടെ ഏതാനും വർഷം ആ കുടുംബം ഒളിവ് ജീവിതം നയിച്ചു. എന്നാൽ കിം ജോങ് നാം ഒരു ട്രാവൽ ഫ്രീക്കാണ്. അയാൾക്ക് അധിക കാലമൊന്നും അടങ്ങിയിരിക്കുവാനായിട്ട് കഴിയില്ല. വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുക, വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരങ്ങളെ പരിചയപ്പെടുക, അതാണ് അയാളുടെ വിനോദം. വൈകാതെ ആ മനുഷ്യൻ രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങുവാൻ തുടങ്ങി. അനവധി തവണ യൂറോപ്പ് സന്ദർശിച്ചു. അയാൾ യൂറോപ്പിലെത്തുമ്പോൾ അവിടെയുള്ള മാധ്യമ പ്രവർത്തകർ അയാളെ വളയും. എന്നിട്ട് അയാളുടെ അനുജനും സൈക്കോ സ്വേച്ഛാധിപതിയുമായ കിം ജോങ് ഉന്നിനെ കുറിച്ചും നോർത്ത് കൊറിയയിൽ നടക്കുന്ന കിരാത ഭരണത്തെക്കുറിച്ചും ചോദ്യങ്ങൾ ചോദിക്കും. അതിനെല്ലാം വലിയ സന്തോഷത്തോടെ നാം ഉത്തരവും കൊടുക്കും. എല്ലാം നെഗറ്റീവായിട്ടുള്ള ഉത്തരങ്ങളാണെന്ന് മാത്രം. ഈ കാര്യങ്ങളെല്ലാം അപ്പോഴപ്പോൾ കിം ജോങ് ഉന്നും അറിയുന്നുണ്ട്. നമുക്കറിയാം, അഡോൾഫ് ഹിറ്റ്ലറിനേക്കാളും വലിയ ക്രൂരനാണ് കിം ജോങ് ഉൻ എന്ന്. അയാൾക്ക് പ്രകോപനം ഉണ്ടാക്കുവാൻ, സ്വന്തം ജ്യേഷ്ഠനെ വധിക്കുവാനുള്ള തീരുമാനമെടുക്കുവാൻ ഈ കാരണങ്ങൾ ധാരാളമാണ്. എന്നാൽ ഇതുമാത്രമല്ല കാരണമെന്ന് മറ്റു ചിലർ പറയുന്നു. അവർ പറയുന്നത് ഇതിനിടയിൽ കിം ജോങ് നാം അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ടു CIA ഒരു ചാരനായിട്ട് മാറി. നോർത്ത് കൊറിയയുടെ നിരവധി രഹസ്യങ്ങൾ അമേരിക്കയ്ക്ക് അയാൾ കൈമാറി. ഇതും അയാൾ കൊല്ലപ്പെടുവാൻ ഒരു കാരണമാണെന്ന് പറയുന്നു. ഈ അസാസിനേഷന് ശേഷം പിന്നീട് എന്ത് സംഭവിച്ചു? കാരണം ലോക രാജ്യങ്ങൾ ഉറ്റുനോക്കിയ ഒരു കേസാണിത്. 2 രാജ്യങ്ങളെ പരസ്പരം ശത്രുക്കളാക്കിയ ഒരു കേസാണിത്. അതിനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. കിം ജോങ് നാം മരിച്ചതിന് തൊട്ടു പിന്നാലെ മലേഷ്യൻ ഗവൺമെന്റ് തന്നെയാണ് അയാളെ പോസ്റ്റ്മോർട്ടം ചെയ്തത്. ഈ പോസ്റ്റ്മോർട്ടത്തിൽ അയാളുടെ ബോഡിയിൽ VX നെർവേജന്റ് ഉള്ളതായിട്ട് കണ്ടെത്തി. ഉടൻ തന്നെ മലേഷ്യൻ സർക്കാർ ലോകമാസകലമുള്ള സകല മീഡിയയ്ക്കും ഈ വാർത്ത കൈമാറി. എല്ലാ രാജ്യങ്ങളിലും ഇതൊരു വലിയ ചർച്ചയായിട്ട് മാറുകയാണ്. ഇത് അത്രയ്ക്ക് വലിയൊരു വാർത്തയാകുവാനുള്ള കാരണം അയാളെ കൊലപ്പെടുത്തുവാനായിട്ട് ഉപയോഗിച്ച വിഷവസ്തുവാണ് VX നെർവേജന്റ്. മാത്രവുമല്ല, അയാളുടെ ബാഗിൽ നിന്നും ഈ വിഷത്തിന്റെ ആന്റിഡോട്ട്സ് കണ്ടെത്തിയിരുന്നു. ഇതെല്ലാം ചില രഹസ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. ലോകം മുഴുവനും ബാൻ ചെയ്ത ഈ രാസവിഷവസ്തു നോർത്ത് കൊറിയയുടെ കൈവശം ഇപ്പോഴുമുണ്ട്. അതുമാത്രമല്ല, അതിന്റെ ആന്റിഡോട്ട്സും അവരുടെ കൈവശമുണ്ട്. ഈ കാര്യം കിം ജോങ് നാമിന് അറിയാമായിരുന്നു. താൻ എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടുമെന്ന് അയാൾ പ്രതീക്ഷിച്ചിരുന്നു. അതും VX നെർവേജന്റ് ഉപയോഗിച്ച്.
അതുകൊണ്ടാണ് അതിനുള്ള മറുമരുന്ന് അയാൾ സദാസമയവും കയ്യിൽ കൊണ്ടുവന്നത്. ഈ അസാസിനേഷൻ ലോകമെങ്ങും ഒരു ചർച്ചയായിട്ട് മാറിയപ്പോൾ നോർത്ത് കൊറിയ ഒരു പ്രസ്താവന പുറത്തിറക്കി. മലേഷ്യൻ സർക്കാർ പറയും പോലെ കിം ജോങ് ഉന്നിന്റെ ജ്യേഷ്ഠനൊന്നുമല്ല കൊല്ലപ്പെട്ടത്. എയർപോർട്ടിൽ വെച്ച് കൊല്ലപ്പെട്ടത് ഒരു സാധാരണ നോർത്ത് കൊറിയൻ സിറ്റിസൺ ആണ്. അതെല്ലാം അവിടെ നിൽക്കട്ടെ, ഞങ്ങളുടെ രാജ്യത്തെ ഒരു പൗരനെ മറ്റൊരു രാജ്യം എന്തിനാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്? ഇത് ഞങ്ങളുടെ അവകാശത്തെ സ്വാതന്ത്ര്യത്തെയും ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. മലേഷ്യൻ സർക്കാർ ഒരിക്കലും അത് ചെയ്യുവാൻ പാടില്ല. എത്രയും വേഗം ഞങ്ങളുടെ പൗരന്റെ ജഡം ഞങ്ങളുടെ നാട്ടിലേക്ക് തന്നെ മടക്കി അയക്കണം. അതുപോലെ VX നെർവേജന്റ് ഞങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളത് തികച്ചും വ്യാജമാണ്. അതുകൊണ്ട് ആ പ്രസ്താവന പിൻവലിക്കണം. പക്ഷേ മലേഷ്യൻ സർക്കാർ ഈ രണ്ട് നിബന്ധനയും അംഗീകരിച്ചില്ല. അതോടെ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ വലിയ വിള്ളൽ വീണു. തൊട്ടു പിന്നാലെ മലേഷ്യൻ ഗവൺമെന്റ് നോർത്ത് കൊറിയൻ അംബാസഡർമാരുടെ ഒരു കാര്യം ആവശ്യപ്പെട്ടു. 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ രാജ്യം വിടണം. അതിനുശേഷവും ഇവിടെ തങ്ങിയാൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടും. അതിനു മറുപടിയായിട്ട് നോർത്ത് കൊറിയൻ സർക്കാർ ചെയ്ത കാര്യം ഇതാണ്. ആ സമയത്ത് നോർത്ത് കൊറിയയിൽ ഉണ്ടായിരുന്ന മലേഷ്യൻ പൗരന്മാരെ രാജ്യം വിട്ടു പോകുവാനായിട്ട് അനുവദിച്ചില്ല. ചുരുക്കി പറഞ്ഞാൽ അവർ ആ രാജ്യത്ത് കുടുങ്ങിപ്പോയി. അതിന് മറുപടിയായിട്ട് മലേഷ്യൻ ഗവൺമെന്റും ഇതുതന്നെയാണ് ചെയ്തത്. അവിടെ അപ്പോഴുണ്ടായിരുന്ന നോർത്ത് കൊറിയൻസിനെ രാജ്യം വിട്ടു പോകുവാനായിട്ട് അവരും അനുവദിച്ചില്ല. ഈ സാഹചര്യത്തിൽ 9 മലേഷ്യക്കാർ നോർത്ത് കൊറിയയിൽ അകപ്പെട്ടു. അതുപോലെ 300 നോർത്ത് കൊറിയൻസ് ആണ് മലേഷ്യയിൽ പെട്ടുപോയത്. ഏകദേശം 1 മാസത്തോളം ഈ ട്രാവൽ ബാൻ നിലനിന്നു. 1 മാസത്തിന് ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ പരസ്പരം സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തിയത്. അതിനുശേഷമാണ് ഇരു കൂട്ടർക്ക് സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങുവാൻ കഴിഞ്ഞത്. ഇനി നമുക്ക് ഈ അസാസിനേഷനെ അറിയാതെ പങ്കെടുത്ത സിതി ഐസിക്കും ദോൻ ദോ ഹൊങ്ങിനും എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. അവരുടെ വിചാരണ നടന്നത് മലേഷ്യൻ കോടതിയിലാണ്. ഈ കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തിനു വേണ്ടി വാദിക്കുവാൻ മുൻപോട്ട് വന്ന വക്കീൽ വാദിച്ചത് ഇങ്ങനെയാണ്: ഈ 2 സ്ത്രീകൾ കിം ജോങ് നാമിന്റെ മുഖത്ത് കൈകൾ കൊണ്ട് തടവി എന്നതിന് തെളിവുകളുണ്ട്. അവരത് ചെയ്തത് റെക്കോർഡാണ്. CCTV ദൃശ്യങ്ങളുണ്ട്. അതൊഴിച്ചു നിർത്തിയാൽ അവർക്ക് ഈ കേസുമായിട്ട് മറ്റ് ബന്ധമുള്ളതായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് അവർ ഈ ചെയ്ത പ്രവൃത്തിയെ അടിസ്ഥാനമാക്കിയായിരിക്കണം കോടതി ശിക്ഷ വിധിക്കേണ്ടത്. കൂടാതെ 2 രാജ്യങ്ങളും ഇവർക്ക് വേണ്ടി 2 ഡിഫൻസ് ലോയറെ നിയമിച്ചു. ഇന്തോനേഷ്യൻ ഗവൺമെന്റ് സിദിക്കും അതുപോലെ വിയറ്റ്നാം ഗവൺമെന്റ് ധോണിനും വേണ്ടി വാദിക്കുവാൻ ഓരോ അഡ്വക്കേറ്റ്സ്മാരെ ഏർപ്പാടാക്കി. നീണ്ട വിചാരണയ്ക്കും അതുപോലെ വാദപ്രതിവാദങ്ങൾക്കുമിടയിൽ ഇരുവരും ഈ കേസിൽ കുറ്റക്കാരല്ല എന്ന് തെളിഞ്ഞു. എങ്കിലും അറിയാതെയാണെങ്കിലും ഈ ക്രൈമിൽ അവരും ഭാഗമാണ്. അതുകൊണ്ട് ഇരുവർക്കും 3 വർഷവും 4 മാസവും തടവ് ശിക്ഷ വിധിച്ചു. എന്നാൽ സിതി ഐസിക്ക് അത്രയും കാലം തടവിൽ കഴിയേണ്ടി വന്നില്ല. അതിനു മുൻപായിട്ട് ഇന്തോനേഷ്യൻ ഗവൺമെന്റ് സമർത്ഥമായിട്ട് ഇടപെട്ട് അവളുടെ ശിക്ഷയുടെ കാലാവധി കുറച്ചു. എന്നാൽ ധോണിന് 3 വർഷവും 4 മാസവും ജയിലിൽ കിടക്കേണ്ടി വന്നു. ഇത് വലിയ പ്രതിഷേധത്തിന് കാരണമായി. കാരണം ഇരുവരും ഒരു കുറ്റമാണ് ചെയ്തത്. തുല്യനീതി കിട്ടേണ്ടതിന് പകരം വലിയ വിവേചനമാണ് ഇവിടെ കാണിച്ചത്. ഇരുവരും ജയിലിൽ കഴിയുന്ന സമയത്ത് മറ്റൊരു സംഭവം ഉണ്ടായി. തൊട്ടടുത്തുള്ള 2 സെല്ലിലായിരുന്നു സിത്തിയെയും ധോണിനെയും മലേഷ്യ സർക്കാർ പാർപ്പിച്ചത്. വിചാരണ നടക്കുന്ന സമയത്തും അതുപോലെ ശിക്ഷ അനുഭവിക്കുന്ന സമയത്തും ഇരുവരും തമ്മിൽ വലിയ മാനസിക ഐക്യമുണ്ടായി. 2 പേർക്കും ഒരേ സമയത്താണ് ആഹാരം വരുന്നത്. ആഹാരം മുൻപിൽ എത്തിക്കഴിയുമ്പോൾ സിത്തി ധോണിനെയും അതുപോലെ ധോൺ സിത്തിയെയും പരസ്പരം വിളിക്കും. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ആഹാരം കഴിക്കാമെന്ന് അവരവരുടെ ഭാഷകളിൽ പറഞ്ഞുകൊണ്ട് ആഹാരം കഴിക്കും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം: 2 പേരും 2 രാജ്യക്കാരാണ്. 2 ഭാഷകൾ സംസാരിക്കുന്നവരാണ്. ഒരാൾ പറയുന്നത് മറ്റേയാൾക്ക് യാതൊന്നും മനസ്സിലാവില്ല. എങ്കിലും അവർ ഹൃദയങ്ങൾ കൊണ്ട് സംസാരിച്ചു, മാനസികമായിട്ട് അടുത്തു. അതിന് കാരണം ലോകം മുഴുവനും കുറ്റപ്പെടുത്തിയ കൊലയാളികളെന്ന് ആക്ഷേപിച്ച 2 വ്യക്തികളാണ് സിത്തിയും ധോനും. എന്നാൽ തങ്ങൾ ഇതിൽ പെട്ടുപോയതാണെന്ന യാഥാർത്ഥ്യം ഇരുവർക്കും മാത്രമാണ് അറിയൂ. ഇവർക്ക് മാത്രമാണ് പരസ്പരം തങ്ങൾ നിരപരാധികളാണെന്ന ഉത്തമ ബോധ്യമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ മാനസികമായിട്ട് അടുത്തതും. കാരണം അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടും മാനസിക വ്യതയും അവർക്ക് മാത്രമേ അറിയൂ. ഇരുവരും പരസ്പരം തങ്ങളെ സഹോദരിമാരായിട്ടാണ് കണ്ടത്. ജയിൽ ശിക്ഷ കഴിഞ്ഞതും 2 പേരും സ്വന്തം നാടുകളിലേക്ക് മടങ്ങിപ്പോയി. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ കിം ജോങ് നാമിന്റെ ഭാര്യയും കുട്ടികളും അപ്രത്യക്ഷരായി. അവർ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. പലരും പറയുന്നത് അമേരിക്കയുടെ CIA പ്രൊട്ടക്ഷന്റെ കീഴിലാണ് അവരെന്നാണ്. അവരുടെ തിരോധാനവും ഒരു മിസ്റ്ററിയാണ്. ഇത്രയുമാണ് ഇന്നത്തെ കഥ.